പ്രഖ്യാപിത ദലിത് സ്വത്വവാദികളടക്കം ഏതാണ്ടെല്ലാവരും ദലിത് എന്ന ഐഡൻറ്റിറ്റിയെ ബ്രാഹ്മണിസ്റ്റ് കണ്ണിലൂടെയാണ് നോക്കിക്കാണുന്നത്. ഇന്ത്യ പോലെ നരവർഗ വൈവിധ്യമുള്ള രാജ്യത്തെ വംശീയമായി ഒറ്റ ചരടിൽ കോർക്കാനുള്ള വ്യാമോഹമാണ് ഇവരെ ഇങ്ങനെ ചിന്തിപ്പിക്കുന്നത്. അതിൻ്റെ നന്മ തിന്മകളെക്കുറിച്ചല്ല ഇപ്പോൾ ചിന്തിക്കുന്നത്. നിറം കൊണ്ട് അന്തസ്സും ആഭിജാത്യവും അളക്കുന്ന സവർണരുടെ ഈ പ്രാഥമിക ഉപകരണം ചില ദലിതരും സുലഭമായി ഉപയോഗിക്കുന്നു. പഠിപ്പും ഉദ്യോഗവും വെളുപ്പും ഉള്ള ദലിതരേക്കാൾ പഠിപ്പും ഉദ്യോഗവും വെളുപ്പും ഇല്ലാത്ത നായർ അഭിജാതനും മികച്ചവനും ആകുന്ന ഒരു മറുവശമുണ്ട്. ആ ഉൾക്കാമ്പാണ് ഇന്ത്യയുടെ ആത്മാവ്. ഇതിൻ്റെ അപരം കൊണ്ടാണ് വെളുത്ത ദലിതർ പുച്ഛിക്കപ്പെടുന്നത്. നിറമല്ല ദലിതത്വത്തിൻ്റെ അടിസ്ഥാനം എന്ന തിരിച്ചറിവില്ലാത്ത വിഡ്ഢികളാണ് ഇത്തരം സ്വത്വ സാമ്രാജ്യം വികസിപ്പിക്കാൻ ഇറങ്ങുന്നത്. കേവലം ആര്യം ദ്രാവിഡം എന്നിങ്ങനെ രണ്ടായി മാത്രം വിഭജിച്ച് തങ്ങളിൽ മാത്രം സംസ്കൃതിയും സഭ്യതയും നിറച്ചുകൊണ്ട് നടത്തുന്ന കീഴ്മേൽ മറിച്ചിലുകളാണ് ഇന്ത്യൻ സാമൂഹ്യ ചലനങ്ങൾ എന്ന് വിളിക്കപ്പെടുന്നത്. കറുത്തവനും വെളുത്തവനും എന്ന നിറസൂചകങ്ങളും ഇവയ്ക്ക് മേൽ ചാർത്തുന്നു. എന്നാൽ ദ്രാവിഡത്തിലെയും ആര്യത്തിലെയും മലിനമായ ഭാഗങ്ങൾ വിട്ടുകളയുകയും ചെയ്യുന്നു. ആ ഭാഗത്താണ് ദലിതരുടെ യഥാർത്ഥ ചരിത്രം ഇരിക്കുന്നത്. ദലിതർ ഒരേ ജനിതക പാരമ്പര്യമുള്ളവരല്ലെന്ന തിരിച്ചറിവിൽ നിന്ന് വേണം ദലിത് ഐക്യം എന്ന ഭൂമികയിലേക്ക് സഞ്ചരിക്കേണ്ടത്. ഓരോ ജാതിയും വംശശുദ്ധിയും ഭരിച്ച പരമ്പര അവകാശവാദവും ഉയർത്തുന്നത് പോലെ ദലിത് എന്ന തലക്കെട്ടിന് കീഴിൽ അങ്ങനെ ഒന്ന് ഉയർത്തുന്നത് വിഡ്ഢിത്തമാണ്. കാരണം അവർ അനേക വർഗങ്ങളിൽ നിന്നുള്ളവരാണ്. അതുകൊണ്ടാണ് ഉത്തരേന്ത്യൻ ദലിതരിൽ പലരും ചുവന്നു തുടുത്തിരിക്കുന്നത്. അവരിൽ ആര്യ ദ്രാവിഡ മംഗോൾ ജീനുകളുണ്ട്. അതാത് വർഗങ്ങളിൽ പല കാരണങ്ങൾ കൊണ്ട് താഴ്ത്തപ്പെട്ടവർ ആധുനിക കാലത്ത് സമാന അനുഭവങ്ങൾ കൊണ്ടാണ് സാഹോദര്യം വളർത്തിയെടുക്കുന്നത്. ഇതിനെ വംശപാരമ്പര്യം കൊണ്ട് വലിച്ചു മുറുക്കി പൊട്ടിക്കരുതെന്നാണ് അപേക്ഷ. റോമിലെ ജിപ്സികൾ, അമേരിക്കയിലും ആഫ്രിക്കയിലുമുള്ള കറുത്തവർ നിറം കൊണ്ടും വർഗം കൊണ്ടും വ്യത്യസ്തരാകുമ്പോഴും അംബേദ്കറിസവും ബുദ്ധിസവും കൊണ്ട് സാഹോദര്യമുണ്ടാക്കുന്നത് മാനവികതയെക്കുറിച്ചുള്ള അവബോധം കൊണ്ടാണ്. വെളുത്ത ദലിതർ അവിഹിത സന്താനങ്ങളാണെന്നു വരെയുള്ള പരിഹാസം സോഷ്യൽ മീഡിയയിൽ കാണാറുണ്ട്. ഇത് ബ്രാഹ്മണിസത്തിൻ്റെ മറ്റൊരു രൂപമാണ്, അല്ലെങ്കിൽ അപരിഷ്കൃതരുടെ വികൃത ഭാവനയാണ്.